വെൽക്കം ബാക്ക് ടു പറയാം നേടാം പണം നേടാം ദ ബിഗ് ഗെയിം ഷോ. ഇന്നലെ രാത്രി ഗോപിക പോകുമ്പോൾ 5000 രൂപ നേടി അല്ലേ? അതെ. അച്ഛനും അമ്മയും അനിയനും പിന്നെ ആരാണ് കസിനും ചേട്ടൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്ന് എനിക്കറിയാം. ഞാനത് പറയണ്ട, ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമായെന്ന് ചോദിച്ചാൽ സന്തോഷമായി എന്ന് പറയും. അല്ല, അത് സന്തോഷമായല്ലോ. ആയാലും അപ്പം നമ്മുടെ അടുത്ത റൗണ്ട് എന്താണ്? അടുത്തത് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി. അതിൽ 4 ചോദ്യങ്ങളാണ്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട്, ഗോപികയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷ്ണു വരുന്നുണ്ട്. ഏത് വിഷ്ണു? വിഷ്ണു ഉണ്ണികൃഷ്ണൻ. തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അതായത് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലൂടെ സൂപ്പർ ഹിറ്റ്, അതായത് സൂപ്പർ ഹീറോ ആയിട്ട് മാറിയ വിഷ്ണുവാണ്. നമുക്ക് വിഷ്ണുവിനെ സ്വാഗതം ചെയ്യാം. ഓക്കെ സർ. വിഷ്ണു നമസ്കാരം. ഇപ്പൊ എവിടാണ്? ഞാനിപ്പോ വീട്ടിലാണ്. എറണാകുളം. ആ. ഞങ്ങളിവിടെ ഈ പറയാം നേടാം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഗെയിം ഷോ ആണ്. അപ്പോൾ അതിനകത്ത് ഗോപിക ഇന്നലത്തെ എപ്പിസോഡിൽ 5000 രൂപ നേടി. ഇനി അടുത്ത 4 ചോദ്യമുണ്ട്. പിന്നെ രാജമാണിക്യം എന്ന് പറഞ്ഞ വേറൊരു സെക്ടറുണ്ട്. അപ്പം 4 ചോദ്യത്തിന് മാത്രമേ വിഷ്ണു ഞങ്ങളുടെ കൂടെ കാണത്തുള്ളൂ. അപ്പം വിഷ്ണുവിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അറിഞ്ഞു ആദ്യമേ ഒരു വലിയ കൺഗ്രാജുലേഷൻസ്, ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞു. വളരെ സന്തോഷം. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലായിരിക്കും ഇപ്പൊ വിഷ്ണു ഇരിക്കുന്നത്. അതെ സത്യം. പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാണ്? ഇപ്പോ സഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതാണ് അടുത്ത റിലീസ് ആവാനുള്ള സിനിമ. വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. വിഷ്ണു ഭയങ്കര സെലക്റ്റീവ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ഞാനും ബിബിനും കൂടി അടുത്ത സ്ക്രിപ്റ്റിന്റെ വർക്കിലും കൂടിയാണ്. ഞങ്ങൾ എഴുതുന്നുണ്ടല്ലോ. അത് രണ്ടും ഞങ്ങൾ രണ്ടുപേരുടെയും സമയം ക്രമീകരിച്ചിട്ട് വേണം എഴുതാനിരിക്കാനും. അല്ല, എനിക്കത് തോന്നി എന്താണെന്നറിയോ? അതായത് ചില ആർട്ടിസ്റ്റുകൾ അവർക്ക് എന്ത് കിട്ടിയാലും അവരങ്ങ് എടുക്കും. പിന്നെ അവസാനം അവർക്ക് ആ ക്യാരക്ടറിനെ കൊണ്ട് എത്തിക്കാൻ സാധിക്കാതെ വരും. പക്ഷെ വിഷ്ണുവിൻ്റെ ഒരു വിജയം ഞാൻ കണ്ടിരിക്കുന്നത്, വിഷ്ണു കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യും. എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിതിനെ ഫലിപ്പിക്കാൻ പറ്റും, എനിക്കിതിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ള ഒരു ക്യാരക്ടർ മാത്രമേ വിഷ്ണു സെലക്ട് ചെയ്തുള്ളൂ. അതൊരു വലിയ ഗ്രേറ്റ്നെസ്സാണ്. അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഗ്രേറ്റ്നെസ്സാണ്. കാരണം നമുക്കിപ്പം പിന്നെ എന്താണ് ഭയങ്കര ഷാരൂഖ് ഖാനായിട്ട് ഡാൻസ് ചെയ്യാനോ മസിൽ കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അത് അനുസരിച്ച് നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സക്സസ്സേ ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം നമ്മളിവിടെ തുടങ്ങുകയാണ്. ഈ കുട്ടിയെ ഒന്ന് സഹായിക്കണം ചോദ്യങ്ങൾ. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങാം സർ. റെഡി. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ ഛായാഗ്രഹണം ആരാണ്? ഫോട്ടോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ. ഓപ്ഷൻ എ എസ് കുമാർ, ബി ആനന്ദക്കുട്ടൻ, സി വേണു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 20 seconds. വിഷ്ണു ചേട്ടാ ഹെൽപ്പ് ചെയ്യുവോ? ഓപ്ഷൻ എ ആണ്, എസ് കുമാർ. ഓക്കെ, എന്നാ ചേട്ടൻ പറഞ്ഞ പോലെ എസ് കുമാർ കൂട്ടാം സർ. ഒരുപാട് സഹായം ഉണ്ടായി ഈ ഷോയിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെ സഹായിച്ചു. എല്ലാവരുടെയും ഇത്തവണ അതാണ്ട് വിഷ്ണു. എസ് കുമാർ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ സർ. എസ് കുമാറിന്റെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ആദ്യകാല ചിത്രങ്ങൾ. എസ് കുമാർ രാവണപ്രഭു എസ് കുമാർ ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോ കണ്ടത്. അതായത് ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ, അതായത് ഞങ്ങൾക്കൊരു കൂട്ടുകെട്ടുണ്ട്. അതായത് പ്രിയദർശൻ, മോഹൻലാൽ, അതുപോലത്തെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എസ് കുമാറായിരുന്നു എല്ലാ പടങ്ങളുടെയും ഛായാഗ്രഹണം. ചിത്രം എന്ന ചിത്രം തൊട്ട്. ഓക്കെ. അപ്പം അദ്ദേഹം ഇപ്പം ഹിന്ദിയിലും ബാക്കിയുള്ള അന്യഭാഷയിലൊക്കെയാണ് ഒരുപാട് ചിത്രങ്ങൾ ചെയ്യുന്നത്. ഒരു ഇടിവെട്ട് സിനിമാറ്റോഗ്രാഫർ എന്ന് അതല്ല പറയേണ്ടത്. അതിൻ്റെയൊക്കെ മുകളിൽ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാമോ അത്ര നല്ല. അതായത് പുള്ളി ഒരു ഷോട്ട് എടുക്കുന്ന അത്രയും ആലോചിച്ച് കണ്ട് ലൈറ്റപ്പ് ചെയ്ത്. ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയനൊക്കെ ദേഷ്യം വരും, മതിയടേ നമുക്ക് എടുക്കാം, ഷോട്ട് എടുക്കാമെന്ന് പറയുമ്പോൾ ഇല്ല പറയാം ഒരു സെക്കൻഡ്, ആ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഒരു ഫ്രെയിമും അദ്ദേഹത്തിൻ്റെ കണ്ടു നോക്കണം. ഒരു ഫ്രെയിമും അതിനകത്ത് ഒരു ലൈറ്റിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം വർക്കിൻ്റെയോ ഒരു മിസ്റ്റേക്കും വരില്ല. പെർഫെക്റ്റ് ജെന്റിൽമാൻ ആൾസോ. എസ് കുമാർ. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്. താങ്ക് യു സർ.